ഹലോ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ചണ്ഡീഗഡ്. നല്ല തണുപ്പാണ് ഇവിടെ. നമ്മളോട് വന്നേക്കുന്നത് ടാറ്റയുടെ ഈ ലേറ്റസ്റ്റ് സിയറ, മച്ച് ഹൈപ്ഡ് ആയിട്ടുള്ള കാറാണ്. എവരി വൺ ഈസ് വെയിറ്റിംഗ് ഫോർ ദിസ് റിവ്യൂ. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. വെൽക്കം ടു ഫ്ലൈ. തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ, അതായത് 91 ശരിക്കും നമ്മൾ ഇന്ത്യക്കാർ ടാറ്റ സിയറ എന്നൊരു പേര് ശരിക്കും കേട്ടു തുടങ്ങിയത്. അന്ന് വിപണിയിൽ ഇറങ്ങി. പക്ഷെ അന്ന് വിപണിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ അത്രയും വലിയൊരു പ്രോപ്പർ ഹിറ്റ് അല്ലായിരുന്നു വാഹനം. കാരണം ഡിഫറെൻ്റ് ആയിട്ടൊരു വാഹനമായിരുന്നു, 3 ഡോർ ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വാഹനമല്ല, ഭയങ്കര വലിപ്പം കൂടുതലായിരുന്നു ആൻഡ് നോട്ട് ദാറ്റ് എഫിഷ്യൻറ്റ്. അതുകൊണ്ട് തന്നെ വാഹനം അത്ര വിറ്റ് പോയിരുന്നില്ല. സോ ടാറ്റ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് 2003. പക്ഷേ ആ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഈ വാഹനത്തിനൊരു കൾട്ട് സ്റ്റേറ്റസ് വളർന്നു വന്നത്. കാരണം നമ്പേഴ്സ് കുറവായിരുന്നു. ആ നമ്പേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര റെയർ വെഹിക്കിളായി മാറിയത്. അതുകൊണ്ട് കളക്ടേഴ്സ് ഈ വാഹനത്തിന് തേടിപ്പോയി അതിന് മോഹവില കൊടുത്തൊക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ തന്നെ ഫ്രണ്ട്സ് ഈ സിയറ തപ്പി നടന്ന് അങ്ങനെ കണ്ടുപിടിച്ച് മേടിച്ചിട്ടുണ്ട്. എൻ്റെ റിസ്റ്റോർഡ് ചെയ്തിട്ട് അത് കീപ്പ് ചെയ്യുന്നു, കളക്ട് ചെയ്തിട്ട് അങ്ങനെ റെയർ പീസായിട്ട് അത് വെക്കുന്നു. ആ ഒരു കൾട്ട് സ്റ്റേറ്റസിനെയാണ് ശരിക്കും ടാറ്റ മനസ്സിലാക്കിയിട്ട് ഈ സിയറ എന്നൊരു ബ്രാൻഡ് നെയിമിനെ അവർ റീലോഞ്ച് ചെയ്തേക്കുന്നത്. ഇറ്റ് മേ നോട്ട് ബി ദ ലെജൻഡ് ദാറ്റ് ദി സേ ഇറ്റ് വാസ്, പക്ഷേ ഡെഫിനറ്റ്ലി ഇതിനൊരു കൾട്ട് സ്റ്റേറ്റസ് ഇന്നുമുണ്ട്. ഈ പേരിനൊരു ഹൈപ്പും ഉണ്ട്. ആ ഹൈപ്പിനെ ജസ്റ്റിഫൈ ചെയ്യാൻ മാത്രം ഈ വാഹനം ഉണ്ടോ നമുക്കൊന്ന് ഈ റിവ്യൂവിൽ നോക്കാം. ഡ്രൈവിനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷേ അതിന് മുന്നേ നമുക്ക് ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനിൻ്റെ കാര്യത്തിൽ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ലുക്സാണ് ടാറ്റ കൊടുത്തേക്കുന്നത്. ഏത് സൈഡിൽ നോക്കിയാലും ഈ വാഹനം സിയറയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. ഫസ്റ്റ് ബിഗിൻ ഫസ്റ്റ് തന്നെ ഒരു ലോങ് ആയിട്ടുള്ളൊരു ഡി ആർ എൽ നമുക്ക് കാണാൻ പറ്റും. ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെ വിച്ച് ഇസ് എ സിംഗിൾ ഡി ആർ എൽ. ടാറ്റ ഈസ് വെരി പ്രൗഡ് അബൌട്ട് ദിസ്. അവർ ഇൻഹൗസ് ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കട്ട്സ് ഇല്ലാത്ത ഇത്രയും ലോങ് ആയിട്ടുള്ള ഡി ആർ എൽ വേറെ ഇല്ല. ഐ ഡോണ്ട് നോ വൈ ദേ ആർ പ്രൗഡ് അബൌട്ട് ഇറ്റ്, പക്ഷേ അവർ ദേ ആർ വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ് ആൻഡ് വെൽ ഡൺ ടാറ്റ. താഴെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ബ്ലാക്ക് എലിമെൻറ്റ് നമുക്ക് കാണാം. അതിലൊരു ഗ്രിൽ പാറ്റേൺ പോലെ പോയിക്കുന്നു. സിയറ എന്നുള്ള എഴുത്ത് വളരെ നീറ്റായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്, വിച്ച് ഇസ് നൈസ്. ഐ ലൈക്ക് ഇറ്റ്. ഇതിന് തന്നെ ടാറ്റൻ്റെ ലോഗോ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നു, അതും നീറ്റായിട്ടുണ്ട്. അതിന് താഴെ നോക്കിയാൽ നമുക്ക് ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഗ്രിൽ എലിമെൻറ്റ് വന്നേക്കുന്നു. ആ എലിമെൻറ്റിൻ്റെ ആ വീതിയിൽ തന്നെയാണ് ഹെഡ്ലൈറ്റ് വന്നേക്കുന്നത്. വെറും 17 mm ആണ് ഈ ഹെഡ്ലൈറ്റിൻ്റെ തിക്നെസ്. വെൽ ഡൺ, നന്നായിട്ടുണ്ട്. അത് വളരെ നീറ്റായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ടും ഇറ്റ് ലുക്സ് ഗുഡ്. അതിന് താഴെ നോക്കി കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ്സും ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വന്നേക്കുന്നു. അവിടെ എന്തോ ആക്രമണം നടക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ച കേട്ടത്. ഇവിടെ ഒരു ബ്ലാക്ക് എലിമെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ അയക്കുന്നു. ഒരു SUV ക്യാരക്ടർ നല്ല പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു മാച്ചോ ലുക്ക് തന്നെ വരുന്നുണ്ട്. ഇറ്റ് ലുക്സ് നൈസ് ഓൾസോ. താഴെ സിൽവർ എലിമെൻറ്റ് കാണാം, അഗൈൻ SUV ക്യാരക്ടറാണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മെഷ് ഗ്രില്ലുണ്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ് പോലെ. റഡാർ ഇവിടെ കാണാൻ പറ്റും. നമ്പർ പ്ലേറ്റ് വന്നേക്കുന്നു. സെൻസേഴ്സും താഴെയും സൈഡിലായിട്ട് വന്നിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കംപ്ലീറ്റ് ആയിട്ട് വന്നേക്കുന്നത്. പുറത്തും ഭയങ്കര ഗ്ലോസി ബ്ലാക്കാണ്. പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ, ആൻഡ് വി ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ്. മേളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ക്ലാംഷെൽ ബോണറ്റ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ ക്ലാംഷെൽ ബോണറ്റ് അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ളായിരുന്നു. ഇത് പക്ഷേ ഒരു ക്ലാംഷെൽ ബോണറ്റ് ആയിട്ടുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലൈൻ ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിലേക്ക് അത് ഡിസോൾവ് ആയി പോകുന്നു. ഇതായിരുന്നു ഫ്രണ്ടിൻ്റെ ഡിസൈൻ എലിമെൻറ്റ്സ്. നമുക്ക് സൈഡിലും കൂടെ നോക്കാം. സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഫെൻഡർ എലിമെൻ്റാണ് ഫസ്റ്റ് കാണുക. ഇതൊരു ചെറിയൊരു പീസായിട്ടുണ്ട്, ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ ആയിട്ടുണ്ട്. കാരണം ബോണറ്റ് ഇങ്ങനെ കണ്ടിന്യൂ നിൽക്കുന്നുണ്ട്. നമുക്ക് പാനൽ ഗ്യാപ്സ് നല്ലപോലെ കാണാൻ പറ്റും. ഇതൊരു ഫസ്റ്റ് മോഡലാണ്. ഇതിന് അടുത്ത് വരുന്ന മോഡലിലേക്ക് ഇതൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുമായിരിക്കും. പക്ഷേ ഈ വാഹനത്തിന് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നല്ല പാനൽ ഗ്യാപ്സും ഫിറ്റ് ആൻഡ് ഫിനിഷ് ചെയ്തത് എന്തായാലും ഉണ്ട്. വീൽസ് ഇപ്പോൾ ഇത് 19 ഇഞ്ചാണ്. ഇതിപ്പോൾ ടോപ്പിൻ്റെ വേരിയൻ്റാണ്. ശരിക്കും 3 ഡിഫറെൻറ്റ് വീൽസ് വരുന്നുണ്ട്. ഏറ്റവും ബേസിന് വരുന്ന ഒരു 17 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസാണ്. പിന്നെ മിഡ് വേരിയൻസിന് ഒരു 18 ഇഞ്ചിൻ്റെ വീൽസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ടോപ്പ് തന്നെ വരുന്ന 19 ഇഞ്ച് വീൽസാണ്. ഒരു ഇലക്ട്രിക് വെഹിക്കിളിനുള്ള പോലത്തെ ക്യാപ്സോട് കൂടിയിട്ടുള്ള വീൽസാണ് വന്നേക്കുന്നത്. അത് ആ ഡിസൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ കാണാം നമുക്ക്. ഇതൊരു ഗ്രേഡിയൻ്റ് പോലെ വന്നേക്കുന്നത്. ഇറ്റ് ലുക്സ് നൈസ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട്. ആൻഡ് ഐ എം നോട്ട് എ ബിഗ് ഫാൻ, പക്ഷേ റണ്ണിങ്ങിലും ഇപ്പോൾ ദൂരെ നിന്നൊക്കെ ഈ വാഹനങ്ങളോട് പാർക്ക് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഡിസൈൻ കുഴപ്പമില്ല. സിയർ എന്നുള്ള ബാഡ്ജിങ് കൂടെ കാണാം. താഴെ ഒരു ബ്ലാക്ക് എലിമെൻറ്റ് വീണ്ടും പീനാ ബ്ലാക്ക് വന്നേക്കുന്നു. ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ടാറ്റയുടെ വെഹിക്കിൾസ് ഞാൻ പറഞ്ഞ പ്രശ്നമാണ്, കേർവിനൊക്കെ വന്ന പോലെ പോപ്പപ്പ് ചെയ്യില്ല ഹാൻഡിൽസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുഷ് ചെയ്ത് ഇതിനെ പുറത്തേക്ക് എടുത്ത് ഇടുക്കേണ്ടിയിരിക്കുന്നു. ആസ് എ ഹാസൽ. നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള മിറേഴ്സ് കാണാൻ പറ്റും. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നു. 360 ക്യാമറയോട് കാണാൻ പറ്റും. ഈ ബ്ലാക്ക് ഒരു പോർഷൻ ഇങ്ങനെ ഫ്ലോട്ടിങ് ആയി നിൽക്കുന്ന പോലെ നിൽക്കുന്ന. മുകളിൽ റൂഫുണ്ട്. ഇവിടെ ഈ ഒരു എലിമെൻറ്റ്
ഇങ്ങനൊരു സെപ്പറേറ്റ് പീസാണ് വന്നിരിക്കുന്നത്. അത് നേരത്തെ ഉണ്ടെന്ന് സിയറയുടെ ഡിസൈനിന് മാച്ച് ആവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നേരത്തെ ഉണ്ട് സിയറയുടെ 3 ഡോർ ആയിരുന്നു. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു വലിയൊരു ഗ്ലാസ് എലിമെൻറ്റും മേളിലുണ്ടെന്ന ഗ്ലാസ് എലിമെൻറ്റും ആയിരുന്നു സിയറയുടെ ഒരു മെയിൻ ഡിസൈൻ ഹൈലൈറ്റ് തന്നെ. അതിനൊരു മെമ്മറി പോലെ അല്ലെങ്കിൽ ഒരു ഹോമാജ് പോലെ ഒരു സാധനം ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കിലേക്ക് വന്നെങ്കിൽ നമുക്കിതാണ് ഫ്യൂൽ ഫില്ലർ. മെയിലിൽ റൂഫ് റെയിൽസ് കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ വന്നേക്കുന്നു. ശരിക്കും ഈ ബ്ലാക്ക് പോർഷന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഈ ഒരു കളർ ഇവിടെ ഇങ്ങനെ ഒരു പീസ് വന്നേക്കുന്നത്. ഇവിടെ സ്റ്റിക്കർ ഇങ്ങനെ ഇത് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ആക്ച്വലി ബ്ലാക്ക്. അതിന് മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന ഈ ഒരു പീസിൻ്റെ ബാക്കിലും ഇതുപോലെ തന്നെ ഒരു എലിമെൻറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു സെപ്പറേറ്റ് പീസാണ്. ബാക്കിലേക്ക് വന്നെങ്കിൽ ഇതാണ് ത്രോട്ടർ പാനൽ. ഇവിടെ ഒരു ചെറിയ കുതിരയുടെ ഒരു സാധനം കാണാൻ പറ്റും. ഇറ്റ്സ് ഒരു നൈസ് എലിമെൻറ്റ്. എല്ലാ ഇപ്പോൾ വാഹനങ്ങൾ ഇങ്ങനത്തെ കുറേ ഈസ്റ്റർ എഗ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ നൈസ്. റൂഫ് നമുക്ക് കാണാം. ബാക്ക് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ച രീതിയിലുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് ശരിക്കും ബാക്കിലത്തെ ആ ഡിസൈനാണ് ശരിക്കും ഇഷ്ടപ്പെട്ടത്. ഇറ്റ്സ് പ്രോപ്പർലി കട്ട്. ഒരു SUV ഒരു സ്ക്വയർ ഷേപ്പ് ഇതിൽ കറക്റ്റാണ്. ഒരു കുട്ടി വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ SUV ഉണ്ടാവുക, കറക്റ്റ് ആ ഒരു ഷേപ്പാണ് ഈ വാഹനത്തിന് വന്നേക്കുന്നത്. വിച്ച് ഐ ലൈക്ക്. കാരണം ഐ ലൈക്ക് ദിസ് സ്ക്വയർ യൂട്ടിലിറ്റേറിയൻ ബുച്ച് ഷേപ്സ്. ഇനി ബാക്ക് കൂടി ഈ ഒരു ഫ്രെയിമാണ് എനിക്ക് ഈ വാഹനത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത്. കാരണം റെയർ ഈ ഡിസൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ ഇവിടെയും ഫ്രണ്ടിലെ പോലെ ഒരു ലോങ് DRL, സിംഗിൾ DRL, ഇൻ ഹൗസ് മെയ്ഡ് ആൻഡ് ടാറ്റ ഈസ് വെരി പ്രൗഡ്. വെൽ ഡൺ ടാറ്റ. മേളിൽ നമുക്ക് റൂഫ് കാണാൻ പറ്റും. 2 ഡിസൈൻ വന്നേക്കുന്നു. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. വൈപ്പേഴ്സ് ഇപ്പോൾ ഇതിലേക്ക് നീറ്റായിട്ട് ഉള്ളിലേക്ക് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. ബാക്കിലത്തെ മിറർ, ബാക്കിലത്തെ വിൻഡോ ഇച്ചിരി ഒരു ചെറുതാണ് ശരിക്കും പറയാ. നമുക്ക് വിഷൻ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ കുറവായിട്ട് നമുക്ക് വിഷൻ കട്ടാവുന്നുണ്ട്. ടാറ്റയുടെ വലിയൊരു ലോഗോ ഉണ്ട്. CR എന്നുള്ള എഴുത്തോടെ കാണാൻ പറ്റും. താക്കോൽ വേണം. അൺലോക്ക് ആയിട്ട് ഒരു മൊമെൻ്റ് എടുക്കും അത് പൊങ്ങി വരാനായിട്ട്. പൊങ്ങി വന്നിട്ടൊരു സ്പർശം കാണിച്ചതാണ്. ഈ ഭാഗം കണ്ടില്ലേ, കറക്റ്റ് തലയിടിക്കും. ഞാൻ 5'10" ഒരു ആവറേജ് ഹൈറ്റാണ്. പക്ഷെ എൻ്റെ തല നല്ല സ്ട്രോങ്ങിലൂടെ ഇടിക്കും. നേരത്തെ ശ്രീകരനെ തല ഇടിച്ചു. നല്ല വേദനയായിട്ടുണ്ട്. ഇനി ബൂട്ട് സ്പേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോ ആയിട്ടുള്ള ലിപ്പാണ്. നമുക്കപ്പോൾ സാധനങ്ങൾ എടുത്തു വെക്കാനൊക്കെ എളുപ്പമുണ്ട്. ആൻഡ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് യൂസബിൾ ആയിട്ടുള്ള വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാർസൽ ട്രേ സാറിന് നമ്മളത് ഊരിക്കഴിഞ്ഞാൽ നമ്മളിത് എവിടെ വെക്കുമെന്ന് എപ്പോഴും ഡൗട്ടാണ്. താഴെ വെക്കാൻ പറ്റില്ല. കാരണം ലഗേജിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കേടായി പോകും. പക്ഷേ ഇവിടെ ലഗേജ് റാക്കിന് ഈ സ്പേസ് സാധനത്തിന് ബാക്കിലേക്ക് അങ്ങ് എടുത്തു വെക്കാൻ പറ്റും. ഇറ്റ്സ് എ നൈസ് തിങ്. ആൻഡ് അത് നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്യേണ്ടിയിരിക്കുന്നു. എവരിബഡി ഫോളോ ദാറ്റ്. ഉള്ളിൽ ലഗേജ് തൂക്കാനായിട്ട് 3 ഹുക്ക് ഉണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് വേണം. ഫസ്റ്റ് സർക്യൂട്ട് ഇവിടെ വരുന്നു. സബ് വൂഫറിൻ്റെ ബോക്സ് ഈ ഭാഗത്തായിട്ടുള്ളത്. ഇത് ലോക്ക് ചെയ്യാനായിട്ട് വേറൊരു കാര്യം, ഇതിപ്പോൾ ഒരു സിംഗിൾ ക്ലാംഷെൽ ബൂട്ടാണ്. ഇതിൻ്റെ ലൈറ്റ്സ് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മുകളിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഇവിടെ അവർ 2 ബ്രേക്ക് ലൈറ്റ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നു. രാത്രി അത് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ബൂട്ട് തുറന്നിരിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ക്ലോസ് ചെയ്യുമ്പോഴും ഒരു ബട്ടൺ ഉണ്ട്. അമർത്തി കഴിഞ്ഞാൽ അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ വെൽക്കം സീറ്റ്സ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് വെൽക്കം സീറ്റ് വർക്കാവുമെന്ന് എനിക്കറിയുന്നില്ല. സീറ്റ് ഇങ്ങനെ ബാക്കിലേക്ക് പോകും. നമുക്ക് ഇൻഗ്രസ് ആൻഡ് ഈഗ്രസ് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട്. ഡോർ ഹാൻഡിൽസ് ഇല്ല. ഇതിപ്പോൾ ഈ വന്നേക്കുന്ന ഈ ഒരു പീസിൻ്റെ ഡോർ ഹാൻഡിലാണ്. പക്ഷേ ഈ പീസ് ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നു. അത് കുറച്ച് കാലം തന്നെ പൊട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ടാറ്റയുടെ സ്റ്റിയറിംഗ് വീൽ കാണാൻ പറ്റും. ലൈറ്റ് തെളിഞ്ഞു വരുന്നതും ബട്ടൺസും കാര്യങ്ങളൊക്കെ വളരെ സിമിലർ. ദസ് നോ ഡിഫറൻസ്. പിന്നെ വന്നേക്കുന്ന മെയിൻ വ്യത്യാസം ഈ കാണുന്ന അവരുടെ ഹൊറൈസൺ വ്യൂ ഡിസ്പ്ലേ ആണ്. ഏറ്റവും ടോപ്പിൻ്റെ ആയിട്ടുള്ള ഈ വേരിയൻറ്റിന് മാത്രമേ ഇപ്പോൾ ഈ 3 സ്ക്രീനായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ 2 സ്ക്രീനാണ് വരാം. 10 ഇഞ്ചിൻ്റെ മെയിൻ ക്ലസ്റ്റർ, പിന്നെ 12.3 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് ക്ലസ്റ്റർ, വീണ്ടും 12.3 ഇഞ്ചിൻ്റെ ഒരു പാസഞ്ചർ ഡിസ്പ്ലേ. അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളൊരു AC വെൻസാണ് വന്നേക്കുന്നത്. ഒരു സിംഗിൾ വെയിനാണ് ഉള്ളിലുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും. ദിസ് തിങ് നമുക്ക് ഉള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ സ്ക്രീനിൻ്റെ ബാക്കിലായിട്ടാണ് 2 AC ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സ്പീക്കേഴ്സ് ഇൻറ്റഗ്രേറ്റ് എന്നാണ് ഈ കാണുന്നത് ഒരു ഗ്രില്ല്. വളരെ നീറ്റായിട്ടുണ്ട്. ഇറ്റ് ലുക്സ് ഗുഡ് ഓൾസോ. ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റി ഓഫ് പ്ലാസ്റ്റിക്സ് ഒക്കെ വളരെ കുറവനായിട്ട് പറയാം. പിന്നെ പാനൽ ഗ്യാപ്സ് നമുക്ക് ശരിക്കും പറയാൻ വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ കണ്ണിൽ കാണുന്നതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പാനൽ ഗ്യാപ്സ് ഒക്കെ വൃത്തിക്ക് കാണാം. പിന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും അത്ര ഹൈ ക്വാളിറ്റി അല്ല.
ബ്ലാക്ക് ഫിനിഷാണ് മേളിൽ വന്നിരിക്കുന്നത്. സ്പീക്കേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫിനിഷ് ഒരു വൈറ്റാണ്, വാഹനം ഫുള്ളൊരു വൈറ്റ് വന്നേക്കുന്നു. ഓൾറെഡി ഇപ്പോൾ ഈ 3 ദിവസത്തെ മീഡിയ ഡ്രൈവിൽ തന്നെ അത്യാവശ്യം നല്ല പോലെ വൃത്തികേടായിട്ടുണ്ട്. ദേ ഷുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ്, ബട്ട് വാട്ട് ടു ഡു. പക്ഷേ ഒരു ചെറിയ പാറ്റേൺ പോലെ വന്നിട്ടുണ്ട്, ഒരു ഡിസൈൻ പോലെ. ഡിസൈൻ അല്ല, ശരിക്കും ഒരു എഫക്റ്റാണ്. അതൊരു നമുക്ക് കയ്യിൽ ഇങ്ങനെ തൊട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട്. ആ പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെയും നമുക്ക് കൈ വെക്കുന്നിടത്തും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിനകത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള എലിമെൻറ്റ് ശരിക്കും പറയുക കഴിഞ്ഞാൽ ഈ കാണുന്ന സൗണ്ട് ബാറാണ്. ഇതൊരു സൗണ്ട് ബാറാണത്, JBL സൗണ്ട് ബാർ. ഇറ്റ് ഇസ് വെരി ഡിസ്റ്റിങ്റ്റീവ്. ഞാൻ ആദ്യമായിട്ടൊരു വാഹനത്തിനകത്ത് ഇങ്ങനെ ഒരു സൗണ്ട് ബാർ കാണുന്നത്. വേറെ അമേരിക്കയിലായിട്ടുള്ള 2-3 വാഹനങ്ങളിൽ റിമൂവബിൾ ആയിട്ടുള്ളൊരു സ്പീക്കർ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ഇസ് ഡിഫറെൻറ്റ്. അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റോണിക്സിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും. പക്ഷെ എല്ലാം ടച്ചാണ്. ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ടച്ച് കൺട്രോൾസ്. കാരണം നമുക്കത് അവിടെ തൊടുന്നുണ്ടോ ഇല്ലയോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ബ്ലോറിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ടും അതും ഒരു സ്വൈപ്പ് ടച്ചാണ്, ഐ ഡോണ്ട് നോ വൈ. പക്ഷേ താങ്ക്ഫുള്ളി ടെമ്പറേച്ചർ കൺട്രോൾസിന് മാത്രം നോബായിട്ടുണ്ട്. പിന്നെ ഹസാർഡിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ പറ്റും. ബാക്കി അൺലോക്ക് ചെയ്യാനുള്ള ലോക്ക് ചെയ്യാനുള്ള നമുക്ക് ഇവിടെ കാണാം. ഹിൽ ഡിസിൻ കൺട്രോള്, പിന്നെ ഫോഗ് ലൈറ്റ്സ് ഓൺ ആക്കാനുള്ള ഫ്രണ്ടും ബാക്കും, 360 ക്യാമറയും ബട്ടണിലൂടെ കാണാൻ പറ്റും. അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ അവരുടെ പുതിയ മെർച്ചൻഡൈസിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ആക്സറീസ് അത് ഇറക്കുന്നുണ്ട്. ഇത് മാത്രമല്ല പെറ്റ് ആക്സറീസ് ഉണ്ട്, പിന്നെ ക്യാമ്പിംഗ് ആക്സറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ ചെയർസ് കാണാനുള്ള കണ്ടിട്ടുണ്ടാവും. എല്ലാം ദേ ആർ ലീനിങ് വെരി മച്ച് ഇൻ ടു ദിസ് മെർച്ചൻഡൈസ് പാർട്ട്. ഇതും ഒരു കോഫി കപ്പാണ്. ഇവിടെ ഒരു എയർ ഫ്രഷ്നർ കാണാൻ പറ്റും. ഇതും സിയറയുടെ ബാഡ്ജ് ബ്രാൻഡിങ്ങോട് കൂടിയുള്ള. ഇറ്റ്സ് ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു സ്പേസ് വന്നിരിക്കുന്ന സ്റ്റോറേജിനുള്ള. ഇവിടെയാണ് താക്കോൽ വെക്കേണ്ടത്. താക്കോലിൻ്റെ ഒരു പൊസിഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ഒക്കെ വെച്ചോളാൻ വേണ്ടിയിട്ട് 2 USB-C പോർട്സ് കൂടെ കാണാം. ഒന്ന് USB ഉള്ളതും ഒന്ന് ചാർജിങ്ങിനുമാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പാഡിൽ ചെറിയ അവരുടെ ജോഗ്രാഫിക്കൽ പാറ്റേൺ കാണാൻ പറ്റും, വിച്ച് ഇസ് നൈസ്. ഗിയറിലൂടെ വന്നിരിക്കുന്നു. ഇറ്റ്സ് വെരി സ്മോൾ, നീറ്റ്, ക്യൂട്ട്, നന്നായിട്ടുണ്ട്. ഒരു സെമി ഫ്ലോട്ടിംഗ് പാറ്റേണിലാണ് ഇപ്പോൾ സെൻട്രൽ കൺസോൾ വന്നേക്കുന്നത്. ഇവിടെ സൈഡിലായിട്ടും 2 സ്പേസ് ഉണ്ട്, നമുക്കവിടെ ഫോൺ വെക്കാൻ പറ്റും. വയർലെസ് ചാർജിങ് പാഡ് ഇവിടെയാണ് വന്നേക്കുന്നത്. നമുക്ക് ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വയർലെസ് ചാർജിങ് പാഡ്. ഇവിടെ ഒരു ചെറിയ ലോക്ക് ഉണ്ട്, അതുകൊണ്ട് ഫോൺ ഇറ്റ് വോണ്ട് ഗോ എനിവെയർ. നീറ്റായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ട് ആക്കിയാലും ഇതൊന്നും പറ്റുന്നില്ല. ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ വന്നേക്കുന്നത്. നോട്ട് ബിഗ് ബട്ട് ഡീപ്പ്. ഇവിടെയും ഈ പറഞ്ഞ ഈസ്റ്റർ എഗ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, ആ ഡിസൈൻ പാറ്റേൺ. ഗ്ലൗ ബോക്സ് അത്യാവശ്യം വലിപ്പമുള്ള ഡീപ്പായിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്രൈവേഴ്സിന് റീച്ച് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം അത് താഴേക്ക് എത്തിപ്പോയി. വെന്റിലേറ്ററായിട്ടുള്ള സീറ്റ്സാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് തൈ സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വാക്ക് റൗണ്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. സെയിം തിങ്സ് എല്ലായിടത്തും സിമിലറായിട്ട് വന്നിരിക്കുന്നു. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും ഇത് ശരിക്കും മറിച്ചൊരു വേറെ തന്നെ ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഈ വാഹനത്തിനകത്തിരിക്കുന്ന ഒരു ഹെഡ്ഫോൺസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു തന്നിക്കുന്ന ഹെഡ്ഫോൺസ് ആണ്. ഇതുപോലെ നമ്മൾ ഹെഡ്ഫോൺസ് കൊണ്ടു കഴിഞ്ഞാൽ ഇതായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രൈവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സിനിമ കേൾക്കാം, പക്ഷേ കാണാൻ എന്തായാലും എനിക്ക് കാണാൻ പറ്റും. അത് മറ്റേ പ്രൈവസി സ്ക്രീനൊന്നുമല്ല. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിസ്ട്രാക്റ്റിംഗ്. നേരത്തെ ഉണ്ടായിരുന്ന മഹീന്ദ്രയുടെ 7S അത് ഡിസ്ട്രാക്റ്റിംഗ് ആയിരുന്നു. മേളിലേക്ക് വന്ന സൺറൂഫിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാൻ പറ്റും. ലൈറ്റ്സ് ഇവിടെ വന്നേക്കുന്ന SOSൻ്റെയും കോളിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെയാണ് മൈക്രോഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള മൈക്രോഫോൺ. വലിയൊരു സൺറൂഫാണ്, ഇറ്റ്സ് ഹ്യൂജ്. പിന്നെ ഏറ്റവും ബാക്കിലിരുന്നാൽ വരെ നമുക്ക് ഈ സൺറൂഫ് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് ഡോണ്ട് സ്റ്റാൻഡ് ദ സൺറൂഫ്. ഞാൻ ഇന്ന് രാവിലെയും കൂടി ഒരു ഫാമിലി പോകുമ്പോൾ പിള്ളേരെ മേളിൽ തീർന്ന് കണ്ടു. ഡോണ്ട് ഡു ദാറ്റ്, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. സ്വിച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 8 വേ സീറ്റിംഗ് മാത്രമല്ല, 8 വേ ആയിട്ടുള്ള സൺറൂഫ് മറ്റേ സൺ വൈസസ് ഉണ്ട്. ഇവിടേക്ക് താഴേക്ക് ഒരു എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നു. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നു. 8 വേ. ടാറ്റ ഈസ് വെരി പ്രൗഡ് ഒക്കെ. നമുക്കിവിടെ വാനിറ്റി മിറേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഫ്രണ്ട് സീറ്റിൽ. നമുക്ക് ബാക്കിൽ നോക്കാം. ബാക്കിൽ കയറി കഴിഞ്ഞാൽ ഇവിടെയും ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഡോർ ഹാൻഡിലിന് ഇവിടെ പിടിച്ചിട്ട് വേണം അടയ്ക്കാനായിട്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഡോർ ഹാൻഡിൽ. അത് ഫോൺ വെക്കാനുള്ളൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫോൺ വെക്കാൻ ഇവിടെ മാത്രമല്ല, ഇവിടെയും 2 ഓപ്പണിംഗ് ഉണ്ട്, തുളയുണ്ട്. നമുക്കൊരു ടാബ്ലറ്റ് വെക്കാനുള്ള സ്പേസും ഇവിടെ വന്നേക്കുന്നു. ബേസിക്കലി ഗാഡ്ജറ്റ്സ് വെക്കാനാണ് ഇപ്പോൾ എയർ സീറ്റ് സ്റ്റോറേജ് വന്നേക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ബുക്സ് വെക്കാനോ വേറെ സാധനം വെക്കാനൊന്നുമല്ല. ഇപ്പോൾ ഗാഡ്ജറ്റ്സ്. ഇവിടെ ഒരു പ്രൈവസി കേർട്ടൻ ഉണ്ട്. ബേസ് വേരിയൻ്റ് തൊട്ട് ഈ പ്രൈവസി കേർട്ടൻ റെയർ കേർട്ടൻസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് കാണുന്നത് ബേസ് വേരിയൻറ്റിനകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പുറത്തുനിന്ന് കണ്ട ആ ഒരു പീസിൻ്റെ എക്സ്റ്റൻഷനാണ് അകത്ത് വന്നിരിക്കുന്നത്. ഇതൊരു സെപ്പറേറ്റ് പീസാണ് ശരിക്കും. ഇവിടെയാണ് ഒരു സ്പീക്കേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ഊരാൻ പറ്റില്ല ഒബ്വിയസ്ലി, പക്ഷേ ഇതൊരു സെപ്പറേറ്റ് പീസ് തന്നെയാണ്. പിന്നെ ലൈറ്റ്സ് ഇവിടെ കാണാൻ പറ്റും.
പുഷ് ബട്ടൺ സ്വിച്ചാണ്. 2 AC വെൻ്റ് ഉണ്ട്. ഇവിടെയും 2 USB-C പോർട്ട്സ് വന്നിരിക്കുന്നു ചാർജിങ്ങിനായിട്ടുള്ള. ഒന്ന് ചാർജിങ് സ്പെസിഫിക് ആയിട്ടും ഒന്ന് USB-ക്ക് സ്പെസിഫിക് ആയിട്ടാണ്. ഇവിടെ ഡോങ്കിൾ തന്നിട്ടുണ്ട് അവർ ഫോർ വൈഫൈ കണക്ടിവിറ്റി. സീറ്റ്സ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, സ്പേഷ്യസ് ആണ്. സൺറൂഫിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടാണ്. അതിൻ്റെ പിള്ളേർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. കാരണം കറക്റ്റായിട്ട് മാനത്തോട്ട് നോക്കിയിരിക്കുക എന്നൊരു ഓപ്ഷൻ നമുക്ക് ശരിക്കും പറ്റും. പിന്നെ നമുക്കൊരു വേറെ വഴി കൊണ്ടുണ്ട്. സീറ്റ് ഇപ്പോൾ 2 way അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരിക്കാം, വിച്ച് ഇസ് എ വെരി നൈസ് എഡിഷൻ. പക്ഷേ ഈ സീറ്റ് നമുക്ക് 2 സ്റ്റെപ്പ് മുന്നോട്ടും ബാക്കിലോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിലും ബാക്കിലത്തെ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരൊറ്റ അഡ്ജസ്റ്റ് ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും താഴേക്ക് വെക്കാം. അതെന്തായാലും ആരും വെക്കാൻ പോകുന്നില്ല. സോ ദർ ഇസ് ഓൺലി ദിസ്, വിച്ച് ഇസ് ഐ ഡോണ്ട് നോ വൈ. പിന്നെ വേറെ അത്യാവശ്യം സ്പേസസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ നടുക്കുന്ന ഇത് താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു പ്ലേസ്. ഫസ്റ്റ് നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ തന്നെ ഒരു നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഡോറ് നമ്മൾ വലിച്ചടച്ചില്ലെങ്കിൽ അടയില്ല. കാരണം ഡോർ അത്രയും ഹെവിയാണ്. ടാറ്റ സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അവർ ഏറ്റവും വെയിറ്റ് കൂടിയ സ്റ്റീലിന് ഉപയോഗിച്ചേക്കുന്നു. ആ ഡോറിൽ കാണാനുമുണ്ട്. വലിച്ചടയ്ക്കണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഡ്രൈവ്. ഇന്നിപ്പോൾ നമ്മൾ 2 വാഹനം ഓടിച്ച് നോക്കുന്നുണ്ട്, പെട്രോളും ഡീസലും. നമ്മൾ ഫസ്റ്റ് ഡീസൽ ഓടിച്ച് നോക്കുന്നത്. നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടാലേ വണ്ടി ഓടുള്ളൂ കേട്ടോ. ആ ഒരു ഫീച്ചർ ഉണ്ട്. അതെ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പാർക്കമർത്തി സീറ്റ് ബെൽറ്റ് അയച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് ഇട്ട വണ്ടി നീങ്ങില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇറ്റ്സ് എ ഗുഡ് സേഫ്റ്റി ഫീച്ചർ. അത് ഓവർ റൈഡ് ചെയ്യാനും ഒരു വഴിയുണ്ട്. ഞാൻ റീലിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഈ പാർക്ക് ബട്ടൺ അമർത്തി പിടിക്കുക, എന്നിട്ട് ബ്രേക്ക് അമർത്തുക, അത്രേ ഉള്ളൂ. വിശദമായിട്ട് ഞാൻ റെയിലിൽ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കാർ. ഇപ്പോൾ 3 എൻജിൻ ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 7 വേരിയൻ്റ് ഉണ്ട്. അതിൽ 3 എൻജിൻ ഓപ്ഷൻസും പിന്നെ 2 ഗിയർ ബോക്സ് ഓപ്ഷൻസാണ് വരുന്നത്. ടോപ്പിൻ്റെ വേരിയൻ്റ് ഈ അക്കോംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിനും അക്കോംപ്ലിഷ്ഡിനും പിന്നെ അഡ്വഞ്ചറിനും 2 എൻജിൻ വേരിയൻ്റാണ്, പെട്രോളും ഡീസലും. ആ പെട്രോൾ എഞ്ചിനാണ് പുതിയ എഞ്ചിൻ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയി ഡെവലപ്പ് ചെയ്ത എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനാണ് നമ്മൾ ആദ്യം ഓടിച്ചു നോക്കാൻ പോകുന്നത്. അത് ഓൾറെഡി ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. നമ്മൾ നേരത്തെ ടാറ്റ വെഹിക്കിൾസിൽ കാണുന്ന ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്ററിൻ്റെ 4 സിലിണ്ടർ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ, ടർബോ ഡീസലാണ്. നമുക്ക് ഏകദേശം 120 PS പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 280 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനുവൽ വേരിയൻറ്റിന് 260 Nm ടോർക്ക്. ആക്സലറേഷനൊക്കെ അത്യാവശ്യം വി ഹാവ് സീൻ ഇറ്റ് ഓൾറെഡി. അത് നോർമലായിട്ടുള്ള ആക്സലറേഷൻ തന്നെ, വലിയ സംഭവമായിട്ടുള്ള ആക്സലറേഷൻ അല്ല. പക്ഷെ എന്നാലും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള ടോർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ക്വിക്കായിട്ടുള്ള ഓവർടേക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ നടത്താൻ പറ്റും. ഇറ്റ്സ് ഗുഡ് ഇനഫ്. ഇനി രണ്ടാമത്തെ ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിങ്ങും വലുതായിട്ട് അങ്ങോട്ട് പുഷ് ചെയ്ത് നോക്കാനുള്ളൊരു അവസരം ഇന്ന് കിട്ടിയിട്ടില്ല. കാരണം വളരെ കുറച്ച് ദൂരം ഓടിച്ചു നോക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇതേ ഈ ക്വിക്കായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നോക്കുമ്പോൾ വണ്ടിക്ക് ചെറുതായിട്ടൊരു ബോഡി റോൾ ഉണ്ട്, പക്ഷേ ഉള്ളിലേക്ക് അധികം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബ്രേക്ക് ഔട്ടുമ്പോൾ ഈ ഒരു വീവിങ് പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് പിച്ചിങ് ആയിട്ടുള്ള പ്രശ്നം വാഹനത്തിലുണ്ടായിരുന്നു പണ്ടായത്, ടാറ്റകൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അതും നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പുതിയ സസ്പെൻഷനാണ് അതിന് കാരണം. അവരിങ്ങനെ സൂപ്പർ ഗ്ലൈഡ് സസ്പെൻഷൻ എന്നാണ് പറയുന്നത്, വിത്ത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിങ്. ഈ FDD എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ കമ്പനീസും ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് എന്താ വെച്ചാൽ വാഹനത്തിന് നമ്മളുടെ ഇമ്പാക്റ്റ് പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്ത് അതിനനുസരിച്ച് സസ്പെൻഷനെ സ്റ്റിഫാക്കുകയും സ്മൂത്ത് ആക്കുകയും ചെയ്യും. സോ നമ്മുടെ ഉള്ളിലേക്ക് അത് നല്ലപോലെ ഡാമ്പ് ചെയ്ത് ഫീൽ ചെയ്യും. ഗ്രേറ്റ്. ഇനി കംഫർട്ട് ലെവലാണ്. കംഫർട്ട് നമുക്ക് സീറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല വീതി കൂടിയ സീറ്റ്സാണ്. വെരി കംഫർട്ടബിൾ ഇൻ ദിസ്. ഈ തൈ എക്സ്റ്റൻഷൻ കൂടെ ഉള്ളത് കൊണ്ട് വളരെ എനിക്ക് നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഐ എം വെരി കംഫർട്ടബിൾ. അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് പോകാൻ ഈ വണ്ടി ആപ്റ്റിനായിരിക്കും ഫീൽ ചെയ്യാം. ഇതിപ്പോൾ ഒരു അഡ്വഞ്ചർ ക്യാമ്പിംഗ് ഗിയർ ഇറക്കിയതിന് കാര്യമുണ്ട്. ഇറ്റ് ഈസ് നൈസ്. പിന്നെ ഡൈനാമിക്സും ഹാൻഡ്ലിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലുതായിട്ട് വലിയ സംഭവം എന്നല്ല. ഇറ്റ്സ് ഓക്കെ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഫീലാണ്. സ്റ്റിയറിങ് അത്യാവശ്യം വെയ്റ്റഡ് ആണ്. നമുക്ക് ഹൈ സ്പീഡ് കയറി കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്റ്റിഫ് ആവുന്നുണ്ട്. ലോ സ്പീഡിൽ പക്ഷെ അങ്ങനെ അങ്ങോട്ട് സോഫ്റ്റ് ആവുന്നില്ല. അത്യാവശ്യം സ്റ്റിഫാണ്. നമുക്കത് ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽസ് ഉപയോഗിച്ചൊക്കെ നന്നായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് തന്നെയാണ് ഇത്. നമ്മൾ ഉപയോഗിച്ച് കണ്ട് ശീലിച്ചിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ. ബട്ടൺസ് ഒക്കെ വന്നേക്കുന്നു. എല്ലാം പിയാനോ ബ്ലാക്കാണ് ഫിനിഷ് വന്നേക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നേക്കുന്നു. ഈ സ്റ്റോക്സിൻ്റെ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഈ വന്നേക്കുന്ന സൗണ്ട് ബാർ ആണ് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ, വിച്ച് ഇസ് നൈസ്.
എനിക്കത് ശരിക്കും വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ആകെ മൊത്തം 12 സ്പീക്കറാണ് ഈ വാഹനത്തിനകത്തുള്ളത്, ഇൻക്ലൂഡിങ് ദിസ്. ബാക്കിലൊരു സബ് വൂഫറും ഉണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ട്വീറ്റേഴ്സ്, സ്പീക്കേഴ്സ് എല്ലാം കൂടെ 12 സ്പീക്കർ വന്നിട്ടുണ്ട്. JBLൻ്റെ ബ്ലാക്ക് സീരീസ് സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. JBL എന്ന കമ്പനിയുടെ ഒരു ടോപ്പ് എൻഡ് സീരീസ് ആയിട്ടുള്ള സ്പീക്കേഴ്സാണത്. അതുകൂടാണ്ട് ഹർമൻ്റെ സൗണ്ട് സൂട്ട് എന്ന് പറഞ്ഞൊരു പാക്കേജും വരുന്നുണ്ട്. അതായത് 13 ഡിഫറെൻറ്റ് സൗണ്ട് മോഡ്സ് നമുക്കിവിടെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നൈസ്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് റിലാക്സിങ് മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഡിഫറെൻറ്റ് റിലാക്സിങ് മോഡ്സും വന്നിരിക്കുന്നു. എല്ലാം എ ലോട്ട് ഓഫ് തിങ്സ് അതർ. ഒന്നും ഇന്നിപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, കാരണം ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടതായിട്ട്. ഇപ്പോൾ ഈ ടോപ്പ് എൻഡ് വേരിയൻ്റിന് 3 സ്ക്രീൻ വന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 3ാമത്തെ സ്ക്രീനിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും, അതിൽ ഹെഡ്ഫോൺ വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് വളരെ ഡിസ്ട്രാക്റ്റിംഗ് ആണ്. എസ്പെഷ്യലി നൈറ്റ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ സൈഡിലിരിക്കുന്ന ആൾ വീഡിയോ കണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് ശ്രദ്ധ പോകും. ഒരു പ്രൈവസി സ്ക്രീനായിട്ടുള്ള എന്തെങ്കിലും ടാറ്റ ചെയ്യേണ്ടതായിരുന്നു. അതിപ്പോൾ മഹീന്ദ്രയുടെ വാഹനം ഇറങ്ങിയിട്ടുണ്ട്, അതിനും ഈ സെയിം പ്രശ്നമുണ്ട്. ഇത്രയും സ്ക്രീനുകൾ വന്ന പോലെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ആർ കമ്പനി ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് കട്ട് ദാറ്റ് ഓഫ് എന്ന ഡ്രൈവർ. അത് ചെയ്തിരിക്കണം. ഇനി നമുക്ക് പെട്രോൾ വാഹനം കൂടെ ഓടിച്ചു നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പെട്രോൾ വേരിയൻറ്റ് നോക്കി നോക്കാം. ഇതാണ് ഇവരുടെ ലേറ്റസ്റ്റ് പെട്രോൾ, ഹൈപ്പീരിയൻ 1.5 ലിറ്റർ പെട്രോൾ എന്നാണ് അവർ വിളിക്കുന്നത്. അതായത് 1.5 TGDI ഹൈപ്പീരിയൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് പ്രൊഡ്യൂസിങ് ക്ലോസ് ടു 160 PS, ക്ലാസ് ലീഡിംഗ് ആണ്. ആൻഡ് 255 Nm ഓഫ് ടോർക്ക്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ഞാനിപ്പോൾ ഓടിച്ചു നോക്കിയതിൽ എനിക്ക് അത്യാവശ്യം സ്മൂത്തും റിഫൈൻഡും റെസ്പോൺസീവ് ആയിട്ടും ഫീൽ ചെയ്ത എഞ്ചിൻ ഇതാണ്. ഇതിൻ്റെ എഫിഷ്യൻസി ഫിഗേഴ്സ്, അതായത് മൈലേജ് ഫിഗേഴ്സൊക്കെ എന്തായാലും കിട്ടിയിട്ടില്ല. വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടേം റിവ്യൂ. അത് എത്താനായിട്ടും വണ്ടി കുറച്ചൊന്ന് ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ എത്രത്തോളം എഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാൻ പോകുന്നു. പക്ഷേ പവർ വൈസ് വെരി നൈസ്. നമ്മളിപ്പോൾ ത്രോട്ടിൽ ഔട്ട് ചെയ്താൽ തന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ലീനിയർ ആയിട്ടൊരു ആക്സിലറേഷനാണ്. അത്യാവശ്യം നല്ലൊരു ആക്സിലറേഷനാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഇറ്റ്സ് വർക്ക്സ് ഔട്ട്. ബാക്കി ഡൈനാമിക്സും ഹാൻഡ്ലിങ്ങും ഒക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. വളരെ മൈന്യൂട്ട് ഡിഫറൻസ് ഉള്ളൂ. അത് പറയാൻ മാത്രം ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സീറ്റ്സും കംഫർട്ടബിൾ ആണ്, എല്ലാം ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇതിൻ്റെ വേരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഈ പെട്രോൾ എഞ്ചിനിന് ഒരു ചെറിയ കോംപ്ലിക്കേഷൻ വരാൻ പോകുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അഡ്വഞ്ചർ പ്ലസ് എന്ന വേരിയന്റിന് മേളിലേക്കുള്ള വണ്ടികൾക്ക് മാത്രമേ, അതായത് അഡ്വഞ്ചർ പ്ലസും അക്കോംപ്ലിഷ്ഡ് പ്ലസ് എന്ന വേരിയൻസിന് മാത്രമേ ഈ എഞ്ചിൻ നമുക്ക് കിട്ടുള്ളൂ. അതും ഈ എഞ്ചിൻ ഓട്ടോമാറ്റിക് ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ, മാനുവൽ ഓപ്ഷൻ ഇല്ലതാനും. മറ്റേ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ അക്കോംപ്ലിഷ്ഡ് പ്ലസ് ഒഴികെ ബാക്കി എല്ലാത്തിനും ആ ഒരു ഓപ്ഷൻ കിട്ടും. അത് വേണമെങ്കിൽ മാനുവൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആകെ മൊത്തം പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വേരിയൻസിൻ്റെ എണ്ണം ഒരു ലോഡായി മാറും. ബട്ട് അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. നിങ്ങൾക്ക് അത്ര വേരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇൻഫോം ചെയ്യും. നമ്മൾ ആ വേരിയൻസിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് ആ ഡീറ്റെയിൽസ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ ഇറക്കാം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ വാഹനം ഇപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 11.5 lakhs-നാണെന്നുള്ളത്. ഈ വേരിയന്റിന് ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് അടുത്തും വരുന്നുണ്ട്. ഇഫ് യു ആർ ഇൻ ദ സെഗ്മെന്റ്, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള സെഗ്മെന്റ് ആണ് ഈ വാഹനം ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. ടാറ്റയ്ക്ക് തന്നെ ഉണ്ട് ഒരുപാട് വാഹനങ്ങൾ, മഹീന്ദ്രയുടെ ഉണ്ട്, ക്രെറ്റ, സെൽറ്റോസ്, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലുള്ളതാണ്. ബട്ട് എല്ലാം ഒരേ ടൈപ്പ് ഓഫ് വെഹിക്കിൾ ഇല്ല, പ്രൈസ് സെഗ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഈ പ്രൈസ് സെഗ്മെന്റിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. ദിസ് ഇസ് ദ മോസ്റ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ് സെഗ്മെന്റ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിലൊരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിലുള്ളൊരു വാഹനം നിങ്ങൾ മേടിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, ഒരു കസ്റ്റമർ ആണെങ്കിൽ, നിങ്ങൾ എന്തായാലും ഈ വാഹനം കൂടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. ടാറ്റ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനത്തിനെ കുറിച്ചുള്ള ഞാനിപ്പോൾ ഈ ചെയ്തേക്കുന്ന വീഡിയോയിൽ ഇതിൻ്റെ ലുക്സിനെ കുറിച്ചും ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ള എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഐ വുഡ് ലവ് ടു റീഡ് ഇറ്റ്. എനിക്ക് എന്തായാലും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ ഇതൊക്കെയായിരുന്നു ഈ പുതിയ സിയറയുടെ വിശേഷങ്ങൾ. ഇത് കൂടാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട്. എനിക്ക് സമയം കുറവായിട്ട് ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് മോർ അബൌട്ട് ഇറ്റ്. സോ ദാറ്റ് വാസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫയൽ മലയാളം. ഞാൻ നന്ദു. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്. ഞാൻ ആൻഡ് ഡോണ്ട് ഡു ദിസ് ഓൺ പബ്ലിക് റോഡ്സ്. ഇതൊരു പബ്ലിക് റോഡ് എന്ന് പറയാം, പക്ഷേ ഒരു ക്ലോസ് ആയിട്ട് സ്ഥലത്ത് അവിടെ ഇങ്ങനത്തെ ആക്രമണം കാണിക്കാൻ പാടില്ല കേട്ടോ.